ഇറാൻ യുദ്ധത്തിന്റെ പ്രത്യേകത അതിൽ പങ്കാളികളല്ലാത്ത രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു എന്നതാണ്. ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്ക ആക്രമണം ആരംഭിച്ച ശേഷം അമേരിക്കയ്ക്ക് ഇറാന്റെ തിരിച്ചടി നേരിട്ടത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. യുഎസിന് സേനാ താവളങ്ങൾ നൽകിയതാണ് അവർ ചെയ്ത തെറ്റ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും എത്തിയിരുന്നു. യുഎസ് സൈനിക താവളങ്ങളെ ഉന്നം വെച്ചയച്ച കാമികാസെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം തെറ്റി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയതാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉന്നം കൃത്യമായി. GCC രാജ്യങ്ങളിലും ജോർദാനിലും ഉൾപ്പെടെ US സൈനിക കേന്ദ്രങ്ങളിൽ മിസൈലുകൾ വീണു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന കൃത്യത എങ്ങനെ പിന്നീട് ഇറാൻ കൈവരിച്ചു? അണുവിട തെറ്റാതെ കൃത്യമായി US താവളങ്ങളിൽ ബോംബിടാൻ ഇറാൻ ആരെങ്കിലും സഹായിച്ചു? ഈ സംശയം പലരും ഉന്നയിച്ചിരുന്നു. ചൈനീസ് ഉപഗ്രഹങ്ങളാണോ ഇറാന് വിവരങ്ങൾ കൃത്യമായി ലഭിച്ചത് എന്ന സംശയം നേരത്തെ മുതൽ ഉയർന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ചൈനയുടെ ചാരക്കണ്ണ് തുറന്നാണ് അമേരിക്കൻ താവളങ്ങൾക്കുമേൽ നിരീക്ഷണം നടത്തിയിരുന്നത് എന്ന കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സൗദിയിലെയും കുവൈറ്റിലെയും സൈനിക താവളങ്ങൾ ആക്രമിക്കുകയും പോർവിമാനങ്ങൾ അടക്കം ഇറാൻ തകർക്കുകയും ചെയ്തതാണ്. 2024-ൽ തന്നെ ചൈനയുടെ ചാര ഉപഗ്രഹം ഇറാൻ സ്വന്തമാക്കിയിരുന്നു എന്നത് എത്രയോ മുൻപ് തന്നെ ഇറാൻ യുദ്ധത്തെ നേരിടാൻ സജ്ജമായിരുന്നു എന്നതിന് തെളിവാണ്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഈ റിപ്പോർട്ട് ചൈന നിഷേധിച്ചിട്ടുണ്ട്. US ആകട്ടെ ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുമില്ല. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഉപയോഗിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ടിന് സ്ഥിരീകരണം നൽകുന്ന തരത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധനായ അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും. ഇരുവരും തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്പേസ് പവർ അനലിസ്റ്റുകളാണ്. ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് കമ്പനിയായ എർത്ത് ഐ വികസിപ്പിച്ച TEE-1B എന്ന ഉപഗ്രഹമാണ് ഇറാൻ സേനയായ IRGC അമേരിക്കൻ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്നത്. ഓരോ ദിവസവും ഒന്നിലധികം US സൈനിക താവളങ്ങൾ ഈ സാറ്റലൈറ്റിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവയുടെ പ്രവർത്തനം സംബന്ധിച്ച കൃത്യമായ ചിത്രങ്ങളും വീഡിയോയും സഹിതം ഉപഗ്രഹം ഇറാന് കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഗൾഫ് മേഖലയിലെ US ബേസുകൾ കണിശമായ ലക്ഷ്യം വെക്കലിലൂടെ ഇറാൻ ആക്രമിച്ചത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, കുവൈറ്റിലെ ബ്രൂഹിംഗ് ക്യാമ്പ്, അലി അൽ സലേം എയർബേസ്, ജിബൂട്ടിയിലെ ക്യാമ്പ് ലെമോണിയൻ, ഒമാനിലെ ദുഗം വിമാനത്താവളം എന്നിവയെല്ലാം ഇറാൻ ഈ ചാര ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ നിരീക്ഷിച്ചിരുന്നു. ഇവയുടെയെല്ലാം പ്രദേശങ്ങളിലൂടെ ദിനംപ്രതി ഡസൻ കണക്കിന് തവണ ഉപഗ്രഹം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ചില പ്രദേശങ്ങളിൽ 50-ലേറെ തവണ കടന്നുപോയി എന്ന് പറയുമ്പോൾ നിരീക്ഷണത്തിന്റെ കണിശത ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിന്റെ ഫലം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ കൃത്യമായി അറിയുകയും ചെയ്തു. സൗദി അറേബ്യയിലെ US സേനാ താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ മാർച്ച് 13 മുതൽ 15 വരെ തീയതികളിൽ ഇറാൻ ശേഖരിച്ചു. മാർച്ച് 14-ന് വ്യോമതാവളത്തിന് നേർക്ക് ഇറാൻ മിസൈൽ വിക്ഷേപിച്ചു. മിസൈൽ ആക്രമണത്തിൽ US പോർവിമാനങ്ങൾ തകരുകയും ചെയ്തു. പോർവിമാനങ്ങൾ ഇറാൻ തകർത്തതായി പിന്നീട് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചതുമാണ്. ഇതിനു പുറമെ ജോർദാനിലെ മുവാഫാഖ് വ്യോമതാവളം, ബഹ്റൈനിലെ നാവിക താവളവും ഇറാഖിലെ ഇർബിൽ വിമാനത്താവളവും ഇറാൻ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിന് മുൻപ് ഇവിടങ്ങളിലെല്ലാം കണിശമായ നിരീക്ഷണങ്ങൾ നടന്നിരുന്നു എന്നാണ് വിവരം. എങ്ങനെയാണ് അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയത്? കൃത്യമായ ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെയും സാറ്റലൈറ്റ് ഭ്രമണങ്ങൾ നിരീക്ഷിച്ചുമാണ് യുദ്ധം ആരംഭിച്ചത് മുതലുള്ള എർത്ത് ഐയുടെ ചാര ഉപഗ്രഹത്തിന്റെ ഗതിവിഗതികൾ വിലയിരുത്തിയത്. US സ്പേസ് ഫോഴ്സിന്റെ സ്പേസ് ട്രാക്ക് ഡാറ്റാബേസിൽ നിന്നുള്ള ഓർബിറ്റൽ വിവരങ്ങൾ, SGP ഓർബിറ്റ് പ്രൊപ്പഗേഷൻ മോഡൽ, ഉപഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ പകൽ വെളിച്ചത്തിന്റെ സ്ഥിതി നിർണ്ണയിക്കുന്ന നാസയുടെ ഉപഗ്രഹ ഡാറ്റ തുടങ്ങി പൊതുവായി ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇരുവരും ഡാറ്റ വിശകലനം നടത്തിയത്. ഇക്കാലയളവിലെല്ലാം TEE-1B എന്ന ചാര ഉപഗ്രഹം എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കൂടി കുറഞ്ഞത് ഒരു പകൽ വെളിച്ചത്തിലെങ്കിലും കടന്നുപോയിട്ടുണ്ട് എന്ന് ഈ ഡാറ്റകളെ ഉദ്ധരിച്ച് അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇറാൻ ഉപയോഗിച്ചിരുന്നു എന്നതിന് നേരത്തെ തന്നെ സൂചനകൾ വന്നതാണ്. ചൈനയുടെ മാത്രമല്ല റഷ്യയുടെയും ഉപഗ്രഹ സഹായം ഇറാന് ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും പുറത്തുവിട്ട ഈ റിപ്പോർട്ട് നിഷേധിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. വാർത്ത സത്യവിരുദ്ധമാണ് എന്നാണ് ചൈനീസ് മന്ത്രാലയം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു തരത്തിലുമുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചതിന് ശേഷം അന്താരാഷ്ട്ര ഉപയോക്താക്കൾക്ക് അതിന്റെ ഇൻ ഓർബിറ്റ് ഡെലിവറി സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എർത്ത് ഐ.
ഇതിനു പുറമെ ബീജിംഗ് ആസ്ഥാനമായുള്ള എംപോസ്റ്റ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതിയും ഇറാന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ബുധനാഴ്ചക്കകം ഡീലായില്ല എങ്കിൽ ഇറാനിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന തരത്തിലുള്ള ഭീഷണി ട്രംപ് മുഴക്കിയിട്ടുമുണ്ട്. വെടിനിർത്തൽ നീട്ടില്ല എന്ന നിലപാടിലാണ് ട്രംപ്. എന്നാൽ ഇനിയൊരു യുദ്ധം ആരംഭിച്ചാൽ പുതിയ കളികൾ അമേരിക്ക കാണേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യുദ്ധം പുനരാരംഭിച്ചാൽ ഉപയോഗിക്കാനായി പുതിയ തന്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഇറാൻ പറയുന്നു. സമാധാന കരാറിനായി US മുന്നോട്ട് വയ്ക്കുന്ന അമിതമായ ആവശ്യങ്ങൾ കരാറിൽ എത്തുന്നതിനുള്ള അമേരിക്കയുടെ താൽപര്യക്കുറവിനെയാണ് കാണിക്കുന്നത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനെ അറിയിച്ചത്. ഭീഷണിപ്പെടുത്തിയുള്ള കരാറുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ യുദ്ധമോ സമാധാനമോ എന്ന ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കയിൽ ചർച്ചയാകുന്നത് അമേരിക്കൻ യുദ്ധാധികാര നിയമമാണ്. വാർ പവേഴ്സ് നിയമപ്രകാരം അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ സായുധ സേനയെ സജീവമാക്കിയ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അത് നിർത്താൻ 60 ദിവസത്തെ സമയമുണ്ട്. 30 ദിവസത്തെ കാലാവധി നീട്ടൽ അനുവദനീയമാണ്. എന്നാൽ അധിക സമയം അമേരിക്കൻ സൈനികരുടെ സുരക്ഷിതമായ പിൻവലിക്കൽ ഉറപ്പാക്കാനും യുദ്ധം തുടരാതിരിക്കാനുമാണെന്ന് പ്രസിഡന്റ് കോൺഗ്രസിന് രേഖാമൂലമുള്ള ഉറപ്പ് നൽകണം. എന്നാൽ മാത്രമേ 30 ദിവസത്തെ കാലാവധി നീട്ടൽ നടക്കൂ. ആ സമയപരിധി മെയ് 1 അവസാനിക്കും. സാങ്കേതികമായി 60 ദിവസത്തെ സമയപരിധി ഏപ്രിൽ 28 എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർച്ച് 2 കോൺഗ്രസിനെ ആക്രമണങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം ആ തീയതി മുതലാണ് സമയം കണക്കാക്കുന്നത്. ഉന്നത ഡെമോക്രാറ്റ് അംഗം ഗ്രിഗറി മീക്സ് പറഞ്ഞത് യുദ്ധം ദേശീയ താൽപര്യത്തിനാണ് എന്ന് ട്രംപ് വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ വന്ന് കേസ് നടത്തണമെന്നാണ്. എന്നാൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ട്രംപിന് പിന്നിൽ അണിനിരന്നു. സൈനിക സംഘർഷത്തിനിടെ ട്രംപിന് അധികാരത്തിന് പരിധി നിശ്ചയിക്കുന്നത് US താൽപര്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നാണ് വിദേശകാര്യ കമ്മിറ്റി ഹൗസിന്റെ സ്പീക്കർ മൈക്ക് ജോൺസന്റെ നിലപാട്. മെയ് 1 ആകുന്നതോടെ ട്രംപിന് മുന്നിൽ 2 വഴികളെ ഉണ്ടാകൂ. ഒന്നുകിൽ സൈന്യത്തോട് യുദ്ധം തുടരാൻ ഉത്തരവിടാം, പക്ഷേ അത് നിയമലംഘനമാകും. ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ഡെമോക്രാറ്റുകളും എതിരാളികളും ട്രംപിന്റെ രാജിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിന് വേണ്ടി മുറവിളി കൂട്ടും. രണ്ടാമത്തെ വഴി ഇറാന് യഥാർത്ഥവും ധാർമ്മികവുമായ വിജയം അവകാശപ്പെടാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഗൾഫിൽ നിന്നുള്ള US സൈന്യത്തെ പിൻവലിക്കാം. എന്നാലും ആ പിൻവാങ്ങലിനെ വൈറ്റ് ഹൗസ് വിജയമായിട്ടായിരിക്കും ന്യായീകരിക്കുക. എന്നിരുന്നാലും സംഭവിക്കാൻ സാധ്യതയുള്ളത് 2011 സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം 2001 സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വന്ന ഒരു നിയമം ഉപയോഗിക്കാനുള്ള അംഗീകാരം ട്രംപ് തേടുമെന്നാണ്. രാജ്യസുരക്ഷയ്ക്കായി സൈനിക ശക്തി ഉപയോഗിക്കാമെന്നാണ് ആ നിയമം പറയുന്നത്. അതനുവദിച്ചാൽ അവസാന തീയതിയിലല്ലാതെ ട്രംപിന് US സൈനിക പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയും.